ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മദ്രൂസ് വ്ളോഗ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് പനിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ പനിയൊക്കെ ഉള്ളതിൻ്റെ മുമ്പുള്ളൊരു വീഡിയോ ആണ്, അതായത് എനിക്ക് പനി തുടങ്ങുന്നതിന് മുൻപുള്ള വീഡിയോ ആണ്. മക്കൾക്കൊക്കെ നല്ല പനിയാണ്, പനിയും ചുമയൊക്കെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സഹകരിക്കണം. എന്താ എങ്ങട് അപ്പോൾ ആദിലിൻ്റെ പനി ഒന്ന് ചെറുതായിട്ട് ഭേദമായിട്ട് വരികയാണ് കേട്ടോ. അപ്പോഴേക്കും ഇവിടെ അടുത്ത ആൾക്കാരൊക്കെ എന്താ പനി പോലെ എന്ന് പറഞ്ഞ രീതിക്ക് അങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആദിലിതപ്പോൾ മെല്ലെ ഒരുവിധം ഇങ്ങനെ എണീറ്റൊക്കെ ഇങ്ങനെ നടക്കണുണ്ട് കേട്ടോ. വാടിക്കൊഴഞ്ഞ് 2-3 ദിവസം ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ കുട്ടിക്ക് ചെറിയൊരു പനി പോലെയൊക്കെ ഉണ്ട്. പിന്നെ അവൾക്കും വയ്യാട്ട, നല്ല തലവേദനയും തൊണ്ടവേദനയൊക്കെയാണ്. അപ്പോൾ ഇന്ന് രാവിലെ കഞ്ഞി ഉണ്ടാക്കാനാണ് കേട്ടോ. കഞ്ഞിയും ഉപ്പേരിയും വെക്കാനാണ്. ചമ്മന്തി പറ്റി അരയ്ക്കണം. കുറച്ച് ചക്കക്കുരു ഉണ്ട് കേട്ടോ. ചക്കക്കുരും കൈപ്പക്കയും കൂടി ഉപ്പേരി ആക്കാനാണ്. ചക്കക്കുരുവൊക്കെ അതേപോലെ ചെറുതായിട്ട് അങ്ങോട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ വരെ എൻ്റെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇന്നത്തെ വീഡിയോയും കണ്ട് സഹകരിക്കണം. ലൈക്ക് അടിക്കാൻ ആരും മറക്കരുത് കേട്ടോ. ഈ ചക്കക്കുരും കൈപ്പയ്ക്കും ഉപ്പേരി വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല. ഞാനൊരു അവിടെ നിന്ന് ഒരു വീട്ടിൽ നിന്ന് കഴിച്ചു നോക്കിയിട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുപോലെ ഒന്ന് അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ ദിവസമായിട്ട് വിചാരിക്കണം. അപ്പോൾ കൈപ്പയ്ക്ക ഉണ്ടെങ്കിൽ ചക്കക്കുരു കിട്ടില്ല, ചക്കക്കുരു ഉണ്ടെങ്കിൽ കൈപ്പയ്ക്ക കിട്ടില്ല, അങ്ങനെയായിരുന്നു. അപ്പോൾ ഇന്നെല്ലാം ഒത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരു ഉപ്പേരി ആക്കാനാണ്. പിന്നെ ഉച്ചക്കലിക്കുള്ള ചോറൊക്കെ റബ്ബറിൽ പോയിട്ട് വെക്കാനാണ് കേട്ടോ. അപ്പോൾ വേവുള്ള അരിയാണ്. കുക്കറിൽ ഇവിടെ ചോറ് വെക്കുമ്പോൾ കുക്കറിന് മുകളിൽ കൂടെ വിസിലിൻ്റെ അതിൽ കൂടെ വെള്ളം ചീറ്റിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ റബ്ബറിലാണ് കേട്ടോ പാലെടുക്കാൻ. അവിടെ ഒത്തിരി നേരത്തെ പോകണം. അപ്പോൾ അവിടെ പോയിട്ട് ചോറ് വെക്കാനാണ്. അരിയിട്ട് കൊടുത്താൽ അതിൻ്റെ വീട്ടിൽ അത് അവിടെ കിടന്ന് വേവുമല്ലോ. ഇഷ്ടംപോലെ വിറകും പിന്നെ അടുപ്പിൻ്റെ സൗകര്യമൊക്കെ ഉണ്ടല്ലോ. ഉപ്പേരി വെക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടട്ടെ. വെളുത്തുള്ളി ചതച്ചത്, പിന്നെ സബോളയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. സബോള കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട്. കൈപ്പക്കൻ്റെ കയ്പ്പൊക്കെ ഒന്ന് മാറണമെങ്കിൽ അത്തിരി സബോളയൊക്കെ കൂടുതൽ ഇട്ടാൽ മതി കേട്ടോ. പച്ചമുളകല്ല കേട്ടോ ഞാൻ ഇടുന്നത്, മുളക് പൊടി ഇട്ടിട്ടാണ് വെക്കുക. അപ്പോൾ മുളക് പൊടി ഇട്ട് വെക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അങ്ങനെ ഈ കൈപ്പയ്ക്കും ചക്കക്കുരുവൊക്കെ വെക്കുമ്പോൾ മുളക് പൊടി ഇട്ട് വെച്ച അടിപൊളി ടേസ്റ്റാണ്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഈ കൈപ്പയ്ക്കും ചക്കക്കുരും ഇതിൽ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം. ചക്കക്കുരു ഒന്ന് വേകാനുള്ളതല്ല നല്ലോണം. അപ്പോൾ ഇതിങ്ങോട്ട് ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്തിട്ടോ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചക്കക്കുരും കൈപ്പയ്ക്കും വേകാനുള്ള വെള്ളം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പയറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ച് പയറുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ സെറ്റായി കിടന്ന് നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ചക്കക്കുരും കൈപ്പയ്ക്കൊക്കെ ഒരു പകുതി വേവ് ആകുമ്പോഴാണ് പയറിട്ടത് കേട്ടോ. കാരണം പയറധികം വേവൊന്നും ഇല്ലല്ലോ. അപ്പോൾ തന്നെ നല്ലപോലെ വെന്ത് വരട്ടെ. അപ്പോഴേക്കും ബാക്കിയുള്ള പരിപാടികളൊക്കെ തുടങ്ങണം. തുണി അലക്കാൻ പോകണം. അങ്ങനെ ആ വീഡിയോ അതോടെ കഴിഞ്ഞു കേട്ടോ. ഇനിയുള്ളത് 2 ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് നല്ല പനിയാണ് കേട്ടോ. പനിയും ചുമയൊക്കെയാണ്. പനി പറഞ്ഞാൽ മാറിയിട്ടുണ്ട്, എന്നാലും കുറേശ്ശെ പനിയൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് പനിക്കുന്നതിന് മുമ്പുള്ളൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് പനി, ചുമ, ജലദോഷം അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ ജലദോഷവും പനിയൊക്കെ കുറച്ച് ഭേദമാകുന്നുണ്ട്. ചുമ വിട്ട് മാറുന്നില്ല കേട്ടോ. എന്തൊക്കെ മരുന്ന് കഴിച്ചിട്ടും ചുമ മാറണേ ഇല്ല. അപ്പോൾ കുറേ ഇംഗ്ലീഷ് മരുന്നുകൾ മാറ്റി കഴിക്കുന്നുണ്ട്. പിന്നെ വെള്ളം തിളപ്പിക്കുമ്പോൾ ഗ്രാമ്പൂ, തുളസിയില, കണക്കോർക്കൻ്റെ ഇല, പിന്നെ കുരുമുളക് ചതച്ചിട്ടത്, ഇതെല്ലാം കൂടി ചതച്ചിട്ടിട്ട് നല്ലപോലെ വെട്ടി തിളപ്പിച്ചിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് തെരുതരാന്ന് കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടും ചുമയ്ക്കൊന്നും ഒരു ആശ്വാസമില്ല.
ചുമയ്ക്കാൻ തുടങ്ങിയാൽ പിന്നെ പെട്ടെന്നൊന്നും നിർത്താൻ കഴിയില്ല കേട്ടോ. ഇപ്പോൾ തന്നെ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നല്ലപോലെ ഇഞ്ചിയൊക്കെ ഇട്ട് വെള്ളം ഒരു കപ്പ് ചൂട്ടോടെ കുടിച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വോയിസ് കൊടുക്കാൻ വേണ്ടി വന്നത്. പുറത്തൊക്കെ നല്ല മഴയാണ്, അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ടൊക്കെ ഇതിൽ കേൾക്കും. കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അപ്പോൾ നാളെ ഇടാന്ന് പറയും തോറും ഇങ്ങനെ വൈകിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ രണ്ടാമതൊരു ചാനൽ തുടങ്ങിയത് ഇതും ആദ്യത്തെ പോലെ അങ്ങോട്ട് ആവണ്ട എന്ന് കരുതിയിട്ടാണ് വയ്യെങ്കിലും ഈ വീഡിയോ ഒക്കെ ഇടുന്നത്. ചെമ്മീൻ മേടിച്ച് വെച്ചിട്ട് കുറച്ച് ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് ക്ലീൻ ചെയ്തിട്ട് തന്നെ അപ്പം തന്നെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പോൾ അത് കഴിഞ്ഞതുകൊണ്ട് മക്കൾക്ക് പനിയൊക്കെ വന്നത്. പിന്നെ അതിൻ്റെ പനിയൊക്കെ ഒന്ന് മാറിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ അതൊന്നും ചെയ്തില്ല കേട്ടോ. പിന്നെ അതിൻ്റെ പനിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങിയപ്പോൾ അതൊന്ന് റോസ്റ്റ് ആക്കാനാണ്. പിന്നെ ഇത് ചൊരക്കയാണ് കേട്ടോ. അപ്പോൾ അത് പരിപ്പൊക്കെ ഇട്ടിട്ട് ഒരു ഒഴിച്ചേറിയാക്കി അത് വെച്ചിട്ടുണ്ട്. പുളിയൊന്നും ഒഴിക്കാതെ തക്കാളിയൊക്കെ ഇട്ടിട്ട് കുറച്ച് തേങ്ങയൊക്കെ അരച്ചൊഴിച്ചിട്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ അതാ ചെമ്മീൻ പൊരിച്ച അതേ എണ്ണയിൽ തന്നെയാണ് ചെമ്മീൻ റോസ്റ്റും കൂടെ ആക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന കമൻറ്റിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. പുതിയ കൂട്ടുകാരൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്, അവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്താൽ ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം കേട്ടോ. കൂടെ തന്നെ ലൈക്ക് അടിക്കാനും ആരും മറക്കല്ലേ. അപ്പോൾ ഈ റോസ്റ്റ് ഉണ്ടാക്കുന്ന ചെമ്മീൻ റോസ്റ്റിൻ്റെ വീഡിയോ ഒക്കെ മിക്കതും എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാൻ കഴിയുമായിരിക്കും. പിന്നെ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് കാണിച്ചതാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതാ ഞങ്ങൾ ഉച്ചയ്ക്ക് കുട്ടികൾക്കൊക്കെ ഊണ് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട് സഹകരിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യണം കേട്ടോ. അപ്പോൾ സമയം കിട്ടുന്നതിനനുസരിച്ചിട്ട് ഞാനും അങ്ങോട്ട് വന്നൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. പിന്നെ റബ്ബർ പാൽ എടുക്കുന്ന വീഡിയോ ഒക്കെ എൻ്റെ ഒരു കൂട്ടുകാരി ആവശ്യപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ എൻ്റെ വയ്യാകിയൊക്കെ ഒന്ന് മാറട്ടെ എന്നിട്ട് ഇടാം. ഇപ്പോൾ പാലെടുക്കാനൊന്നും അങ്ങനെ പോണില്ല കേട്ടോ. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്.